ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ ബൈറ്റ്. സോ തലൈവർ രജനീകാന്തിൻ്റെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കൂലി എന്ന് പറഞ്ഞൊരു സിനിമ. നിലവിൽ ഈ ഒരു പടത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് സൺ പിക്ചേഴ്സ് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാരക്ടർ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ഭാഗത്തു നിന്നും. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ആദ്യത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ നമ്മുടെ സ്വന്തം മലയാളി താരമായിട്ടുള്ള സൗബിൻ ഷാഹിർ, തലൈവർ രജനീകാന്തിൻ്റെ കൂലിയിൽ സൗബിൻ ഷാഹിറും ദയാൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് സൗബിൻ ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത്. രജനീകാന്തിൻ്റെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി സിനിമയിൽ സൗബിൻ ഷാഹിറും. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ വൻ താരനിരയുമായിട്ട് രജനീകാന്തിൻ്റെ കൂലി സിനിമയിൽ തെലുങ്ക് സൂപ്പർ താരം നാഗാർജുനയും എത്തുന്നുണ്ടെന്നാണ് നമ്മൾക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ലിയോ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനാവുന്ന കൂലി സിനിമയിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നും വൻ താരനിരയാണ് ഇപ്പോൾ നിലവിലുള്ളത്. സൗബിൻ്റെ ലുക്കിന് പിന്നാലെയാണ് സിനിമയിലെ നാഗാർജുനയുടെ ആ ഒരു ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ മറ്റൊരു കാസ്റ്റ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പടത്തിൽ നമ്മൾ സ്വന്തം ശ്രുതി ഹാസൻ ഉണ്ട്. പ്രീതി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് ശ്രുതി ഹാസൻ പുള്ളിക്കാരത്തി അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സത്യരാജിൻ്റെ ഈ ഒരു സിനിമയിൽ അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം ഹിന്ദി നടനൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഉപേന്ദ്ര എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട് ഈ ഒരു പടത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഒരു കൂലി സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഗൈസ് ഒരു കൂലി പടത്തിന് വരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും റൂമറായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞ സംഭവം വേറൊന്നുമല്ല, നമ്മൾ സ്വന്തം ദിലീപ് ഏട്ടൻ ഈ ഒരു പടത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ചർച്ച സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ നമുക്കറിയത്തില്ല. ദിലീപ് അദ്ദേഹം ഈ ഒരു സിനിമയിലുണ്ടെന്നുള്ള കാര്യത്തിലേക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ മുൻപേ വന്നിരുന്നു, റൂമേഴ്സ് കാര്യങ്ങളൊക്കെയായിരുന്നു. അത് ഒഫീഷ്യലി ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ഇനി സിനിമയിൽ പുള്ളി ഉണ്ടാകാനുള്ള ചാൻസ് എത്രത്തോളമാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു കൂലി പടത്തിൽ നമ്മൾ സ്വന്തം ദിലീപ് ഏട്ടനും കൂടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? സോ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ, ദിലീപ് ഏട്ടനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പടം വേറെ ലെവലാകുമെന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇപ്പോൾ തന്നെ പടം വേറെ ലെവലാകുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അത്ര ലെവലാണ് ഈ ഒരു സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാസ്റ്റ് ലിസ്റ്റ് അപ്ഡേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു കൂലി സിനിമയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇനി ഈ സിനിമയുടെ റൂമർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പടത്തിൽ ദിലീപ് ഏട്ടൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള തരത്തിലേക്ക് വാർത്ത വരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കൂലി സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ ആരൊക്കെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? സോ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വെട്രിമാരൻ്റെ വിടുതലൈ 2 സിനിമയുടെ ഭാഗത്തു നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് ഡിസംബർ 20 ഈ ഒരു വിടുതലൈ 2 സിനിമ തിയേറ്ററുകളിലേക്ക് വേൾഡ് വൈഡായിട്ട് തന്നെ റിലീസിനെത്തും. വിജയ് സേതുപതിയും മഞ്ജു വാര്യരും സൂര്യയും ഒരുമിക്കുന്ന വിടുതലൈ പാർട്ട് 2 എന്ന് പറഞ്ഞ ഒരു സിനിമ 2024 ഡിസംബറിന് തിയേറ്ററുകളിലേക്ക് എത്തും. വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ വിജയ് സേതുപതി, സൂര്യ, മഞ്ജു വാര്യർ, അനുരാഗ് കശ്യപ്, കിഷോർ, ഗൗതം വാസുദേവ് മേനോന്, അതേപോലെ തന്നെ രാജീവ് മേനോൻ, ചേതൻ തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. RS ഇൻഫോർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ എൽ റെഡ് കുമാറാണ് ഈ ഒരു സിനിമ, അതായത് വിടുതലൈ 2ാം ഭാഗത്തിൻ്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. വിടുതലൈ പാർട്ട് 2 സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഇളയരാജയാണ്. വിടുതലൈ 2 കേരള വിതരണാവകാശം വൈഗ എൻ്റർപ്രൈസസ് മെറിലാൻഡ് റിലീസേഴ്സ് ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. വിടുതലൈ പാർട്ട് 2 അണിയറ പ്രവർത്തകർ DOP R വേൽരാജ്, കഥാ സംവിധാനം ജാക്കി, എഡിറ്റർ രാമർ, കോസ്റ്റ്യൂം ഡിസൈനർ ഉത്തര മേനോൻ, സ്റ്റണ്ട് പീറ്റർ ഹെയിൻഡ് ആൻഡ് സ്റ്റണ്ട് ശിവ, സൗണ്ട് ഡിസൈൻ T ഉദയകുമാർ. പടത്തിൻ്റെ VFX വർക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് R ഹരിസുന്ദർ, അതേപോലെ തന്നെ POR ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് പ്രതീഷ് ശേഖരൻ. അപ്പോൾ ആരൊക്കെയാണ് ഗൈസ് ഈ ഒരു വിടുതലൈ പടത്തിന് വേണ്ടി, അതായത് വിടുതലൈ 2ാം ഭാഗത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. സോ നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. കാരണം എന്ന് പറഞ്ഞത് വിടുതലൈ 1 നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വിടുതലൈ 2 വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് ഏറെയാണ്. അപ്പോൾ ഈ ഒരു പടത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്നത് എന്നറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വിടുതലൈ 2 സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. നടപ്പിൻ നായകൻ സൂര്യയെ നായകനാക്കി കാർത്തിക് സുബ്രജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സൂര്യ 44 എന്ന് പറഞ്ഞ ഒരു സിനിമ. നിലവിലിത സിനിമയുടെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞത് നടപ്പിൻ നായകൻ സൂര്യ പുള്ളിക്കാരൻ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ
ചിത്രീകരണത്തിന്റെ ഭാഗമായാണ് നടൻ നായകൻ സൂര്യ കേരളത്തിലേക്ക് എത്തുന്നത്. ഓഗസ്റ്റ് മാസം 25, 26 എന്നീ ദിവസങ്ങളിൽ പുള്ളി കേരളത്തിലുണ്ടാകുമെന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഇവരുടെ ഒരു ടീം കേരളത്തിൽ വന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് കേരളത്തിൽ ഈ ഒരു സൂര്യ 44 സിനിമയുടെ ചിത്രീകരണം ഉണ്ടാകുമെന്നൊക്കെയാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ തേനിയിലും ഈ ഒരു സിനിമയുടെ ചിത്രീകരണം ഉണ്ടാകും എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ഈ ഒരു സിനിമയുടെ സ്റ്റണ്ട് ഭാഗങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്യാൻ ഇവർ പോകുന്നത് എന്നുള്ള തരത്തിലേക്കാണ് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് വ്യക്തത്തിൽ അറിയത്തില്ല. എന്തൊക്കെ തന്നെയാലും ഈ ഒരു നടൻ നായകൻ സൂര്യ അദ്ദേഹം കേരളത്തിലേക്ക് വരാണെങ്കിൽ സംഭവം വേറെ ലെവലാകുമെന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ആരൊക്കെയാണ് ഗൈസ് ഈ ഒരു നടൻ നായകൻ സൂര്യ അദ്ദേഹത്തിൻ്റെ കേരളത്തിലേക്കുള്ള ഒരു എൻട്രിക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൂര്യ 44 പടത്തിന് വേണ്ടി ആരൊക്കെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? സോ നിങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. സോ എന്തൊക്കെ തന്നെയാലും നമ്മൾ ഈ ഒരു സൂര്യ 44 പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങളോ? ദളപതി വിജയുടെ ഗോട്ട് സിനിമയുടെ ഭാഗത്തു നിന്നും കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ദളപതി വിജയെ നായകനാക്കി വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ട് എന്ന് പറഞ്ഞൊരു സിനിമ. കേരളത്തിൽ ദളപതി തിരുവിഴ 4 മണി മുതൽ പുലർച്ചെ 4 മണി മുതൽ കേരളത്തിൽ ദളപതി വിജയുടെ ഗോട്ട് സിനിമയുടെ പ്രദർശനം ആരംഭിക്കും. തമിഴ്നാട്ടിലെ 9 മണി മുതലായിരിക്കും ഈ ഒരു ഗോട്ട് സിനിമയുടെ ആദ്യ ഷോ ആരംഭിക്കുക. അതേപോലെ തന്നെ ഗോട്ട് സിനിമയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് മിഷൻ ഇമ്പോസിബിൾ സ്റ്റൈലിൽ ഒരു പക്ക കൊമേഴ്ഷ്യൽ എന്റർടൈനർ. ആക്ഷൻ സീനുകളൊന്നും ഗ്രൂപ്പിനെ ഉപയോഗിച്ചിട്ടില്ലെന്നും അതേപോലെ തന്നെ എല്ലാം വിജയ് സാർ സ്വന്തമായി ചെയ്തതാണെന്നുമാണ് സ്റ്റണ്ട് മാസ്റ്റർ ദിലീപ് സുബ്രയൻ പുള്ളിക്കാരൻ പറയുന്നത്. ഈ ഒരു ഗോട്ട് സിനിമയുടെ ദളപതി വിജയുടെ പെർഫോമൻസിനെ കുറിച്ച് ഗലാട്ടയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു ദിലീപ് സുബ്രായൻ്റെ ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഗോട്ട് സിനിമയുടെ മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ പ്രീ സെയിൽ കളക്ഷനിൽ കോടികൾ വാരി ദളപതി വിജയുടെ സിനിമ ദ ഗോട്ട് എന്ന് പറഞ്ഞൊരു പടം US-ലെ പ്രീമിയർ സെയിലിൽ കളക്ഷൻ ഇതിനോടകം തന്നെ 2.51 കോടി കവിഞ്ഞെന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. 221 ലൊക്കേഷനിലാണ് US-ലെ ഈ ഒരു സിനിമ പ്രീമിയർ ചെയ്യുക. പടത്തിൻ്റെ ഹിന്ദി റിലീസ് 1204 സ്ക്രീനുകളിലും അതേപോലെ തന്നെ കേരളത്തിൽ ഏതാണ്ട് 702 സ്ക്രീനുകളിലും ഈ ഒരു ഗോട്ട് സിനിമ റിലീസായിട്ട് എത്തുന്നുണ്ട്. നമുക്കറിയാൻ സാധിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. വിജയ് ചിത്രം ഗോട്ടിന് കേരളത്തിലെ വമ്പൻ റിലീസ്. കേരളത്തിലെ 700-ലധികം സ്ക്രീനുകളിലായി ആദ്യ ദിനം 4000-ലധികം ഷോകളാണ് ഈ ഒരു ഗോട്ട് സിനിമയ്ക്ക് മാത്രമായിട്ടുള്ളത്. 2 മണിക്കൂർ 59 മിനിറ്റ് 39 സെക്കൻഡുകളിലായിട്ടാണ് ഈ ഒരു സിനിമയുടെ ദൈർഘ്യം. അതായത് ഗോട്ട് സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂർ 59 മിനിറ്റ് 39 സെക്കൻഡ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 3 മണിക്കൂറോളമാണ് ഈ ഒരു ഗോട്ട് സിനിമയുടെ ദൈർഘ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഗൈസ് ആരൊക്കെയാണ് ഈ ഒരു ഗോട്ട് സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? സോ നമ്മൾ ഈ ഒരു ഗോട്ട് പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങളോ? തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഗൈസ് ഈ ഒരു മൂവി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ സോ ദാറ്റ്സ് ദ വീഡിയോ ഗൈസ്. കൂടുതൽ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സുകൾക്കും മറ്റു ഫാക്ട്സുകൾക്കും വേണ്ടിയില്ലാത്ത നിങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട കാര്യമെന്ന് പരിഗണിക്കുക. പിന്നെ വീഡിയോ ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തൊക്കെ തന്നെയാലും അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്, ബൈ.